ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചൂടൻ ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നൂൽപ്പെട്ടും കടലക്കറിയും. കടലക്കറി എന്ന് പറഞ്ഞാൽ വെള്ളക്കടലയും ഗ്രീൻ പീസും കൂടി രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് കറിയാണപ്പം? ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതിലേക്ക് തക്കാളി, സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരുമിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കും. പിന്നെ അതിലേക്ക് തേങ്ങയും മല്ലി മുളക് ഒക്കെ വറുത്തെടുക്കും. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കും കേട്ടോ. അതിന് ശേഷം അതൊന്ന് മിനുസായി അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. പിന്നെ നൂൽപുട്ടിനുള്ള കാര്യങ്ങൾ, നൂൽപുട്ടിനുള്ള അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. റേഷൻ വെള്ളയും പച്ചരിയും കൂടി കഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ചൂടായി വന്ന വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുത്തു. ആ വീഡിയോ മിസ്സായിട്ടോ, കുഴക്കണ വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് തേങ്ങയോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. ഏട്ടനും മോനും അത്ര താല്പര്യമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പക്ഷേ എനിക്കും മോൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസം അങ്ങോട്ട് ഫ്ലോപ്പാവും, പിഴിഞ്ഞാൽ വരുമൊന്നുമില്ല. പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് നൂലപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. ചിലർക്ക് നൂലപ്പെന്നും ഇടിയപ്പം എന്നൊക്കെ പറയും, ഞങ്ങൾ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ നൂൽപുട്ടൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് എന്താണ് കൂട്ടുകാർക്ക് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് ഞാൻ ചട്നി അരച്ചിട്ടുണ്ട്, തേങ്ങാ ചട്നി അരച്ചിട്ടുണ്ട്. കാരണം ഏട്ടന് ഗ്രീൻ പീസ് വെള്ളക്കടല കറിയൊന്നും തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചട്നി അരച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പപ്പടവും കൂട്ടി നമുക്ക് കഴിക്കാം.